ഓം ശാന്തി. 28/5/25 പ്രഭാതമുരളി ബാബ് ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഇപ്പോൾ ഡ്രാമയുടെ ചക്രം പൂർത്തിയാവുകയാണ്. നിങ്ങൾക്ക് ഷീർഖണ്ഡ്, അതായത് പാലും പഞ്ചസാരയും പോലെയായി പുതിയ ലോകത്തിലേക്ക് വരേണ്ടതുണ്ട്. അവിടെ എല്ലാവരും പാലും പഞ്ചസാരയും പോലെയാണ്. ഇവിടെ ഉപ്പുവെള്ളമാണ്. ചോദ്യം: നിങ്ങൾ ത്രിനേത്രികളായ കുട്ടികൾ ഏതൊരു ജ്ഞാനം അറിഞ്ഞാണ് ത്രികാലദർശിയായി മാറിക്കഴിഞ്ഞത്? ഉത്തരം: നിങ്ങൾക്ക് ഇപ്പോൾ മുഴുവൻ വേൾഡിൻ്റെയും ഹിസ്റ്ററി, ജോഗ്രഫിയുടെ അറിവ് ലഭിച്ചിരിക്കുന്നു. സത്യുഗം മുതൽ കലിയുഗ അന്ത്യം വരെയുള്ള ഹിസ്റ്ററിയും ജോഗ്രഫിയും നിങ്ങൾ അറിയുന്നു. നിങ്ങൾക്ക് ജ്ഞാനത്തിൻ്റെ 3ാമത്തെ നേത്രം ലഭിച്ചു. ആത്മാവ് ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്നെടുക്കുന്നു. സംസ്കാരം ആത്മാവിലാണുള്ളത്. ഇപ്പോൾ ബാബ പറയുന്നു, കുട്ടികളെ, നാമരൂപങ്ങളിൽ നിന്ന് വേറിട്ടവരാകൂ. സ്വയം അശരീരി ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ഗീതം. ക്ഷമയോടെ ഇരിക്കൂ മനസ്സേ. ഓം ശാന്തി. കൽപ്പം തോറും കുട്ടികളോട് പറയുന്നു, കുട്ടികൾ അറിയുന്നുമുണ്ട്, വേഗത്തിൽ സത്യുഗം ഉണ്ടായെങ്കിൽ ഈ ദുഃഖത്തിൽ നിന്നും മുക്തമായേനെ എന്ന് ആഗ്രഹം തോന്നുന്നു. പക്ഷേ ഡ്രാമ വളരെ മെല്ലെ മെല്ലെ ചലിക്കുന്ന ഒന്നാണ്. ബാബ ക്ഷമയോടെ ഇരിക്കുവാൻ പറയുന്നു. ബാക്കി അല്പം ദിവസങ്ങളേ ഉള്ളൂ. ലോകം മാറേണ്ടതുണ്ട് എന്ന ശബ്ദം വലിയ വ്യക്തികളിലൂടെയും കേട്ടുകൊണ്ടിരിക്കും. പോപ്പിനെ പോലെയുള്ള വലിയ വ്യക്തികളും പറയുന്നുണ്ട്, ലോകം മാറാൻ പോകുന്നു എന്ന്. ശരി, പിന്നീട് ശാന്തി എങ്ങനെ ഉണ്ടാകും? ഈ സമയത്ത് എല്ലാവരും ഉപ്പുവെള്ളമാണ്. ഇപ്പോൾ നമ്മൾ പാലും പഞ്ചസാരയും പോലെ ആയിക്കൊണ്ടിരിക്കുന്നു. ആ ഭാഗത്ത് ദിനം പ്രതിദിനം ഉപ്പുവെള്ളമായിക്കൊണ്ടിരിക്കുന്നു. പരസ്പരം അടിവഴക്ക് നടത്തി ഇല്ലാതാകാൻ പോകുന്നവരാണ്. തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഡ്രാമയുടെ ചക്രം ഇപ്പോൾ പൂർത്തിയാകുന്നു. പഴയ ലോകം പൂർത്തിയാവുന്നു. പുതിയ ലോകത്തിൻ്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുന്നു. പുതിയ ലോകം തന്നെ പഴയതും, പഴയത് വീണ്ടും പുതിയ ലോകവും ആകും. ഈ ലോകത്തെ ചക്രം എന്ന് പറയുന്നു. അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. 1,00,000 വർഷത്തിന് ശേഷം പഴയ ലോകം പുതിയതാകും എന്നതല്ല. അങ്ങനെയല്ല. കുട്ടികളായ നിങ്ങൾ നല്ല രീതിയിൽ അറിഞ്ഞു കഴിഞ്ഞു. ഭക്തി തികച്ചും വേറെയാണ്. ഭക്തിക്ക് കണക്ഷൻ രാവണനുമായിട്ടാണ്. ജ്ഞാനത്തിന് കണക്ഷൻ രാമനോടാണ്. ഇത് നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ബാബയെ വിളിക്കുന്നുമുണ്ട്, ഹേ പതീത പാവന, വരൂ, വന്ന് പുതിയ ലോകം സ്ഥാപിക്കൂ എന്ന്. പുതിയ ലോകത്തിൽ തീർച്ചയായും സുഖമുണ്ടായിരിക്കും. ഇപ്പോൾ ചെറിയ കുട്ടികളും മുതിർന്നവരും എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. ഈ നാടകം പൂർത്തിയാകുന്നു. നമ്മൾ വീണ്ടും സത്യയുഗത്തിലേക്ക് പോകും. പിന്നെ 84 ജന്മങ്ങളുടെ ചക്രം കറങ്ങേണ്ടതുണ്ട്. സ്വ ആത്മാവിന് സൃഷ്ടി ചക്രത്തിൻ്റെ ദർശനമുണ്ടാകുന്നു. അതായത് ആത്മാവിന് ജ്ഞാനത്തിൻ്റെ 3ാമത്തെ നേത്രം ലഭിച്ചിരിക്കുന്നു. അതിനെ ത്രിനേത്രി എന്ന് പറയുന്നു. ഇപ്പോൾ നിങ്ങൾ ത്രിനേത്രിയാണ്. മറ്റെല്ലാ മനുഷ്യർക്കും ഈ സ്ഥൂല നേത്രമാണുള്ളത്. ജ്ഞാനത്തിൻ്റെ നേത്രം ആർക്കുമില്ല. ത്രിനേത്രി ആകുമ്പോഴാണ് ത്രികാലദർശിയാകുന്നത്. കാരണം ആത്മാവിന് ജ്ഞാനം ലഭിക്കുന്നുവല്ലോ. ആത്മാവ് തന്നെയാണ് ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്ന് സ്വീകരിക്കുന്നത്. സംസ്കാരം ആത്മാവിലാണ് ഇരിക്കുന്നത്. ആത്മാവ് അവിനാശിയാണ്. ഇപ്പോൾ ബാബ പറയുന്നു, നാമരൂപത്തിൽ നിന്നും വേറിട്ടവരാകൂ. സ്വയം അശരീരിയാണ് എന്ന് മനസ്സിലാക്കൂ. ദേഹമായി മനസ്സിലാക്കരുത്. ഇതും അറിഞ്ഞു നമ്മൾ പകുതി കൽപ്പമായി പരമാത്മാവിനെ ഓർമ്മിച്ചു വന്നു. ഇതിൽ എപ്പോഴാണോ കൂടുതൽ ദുഃഖമുണ്ടാകുന്നത് അപ്പോൾ കൂടുതൽ ഓർമ്മിക്കുന്നു. ഇപ്പോൾ എത്ര ദുഃഖമാണ്.
മുമ്പ് ഇത്രയും ദുഃഖമുണ്ടായിരുന്നില്ല. എപ്പോൾ മുതൽ പുറത്തുള്ളവർ വന്നുവോ അപ്പോൾ മുതൽ ഈ രാജാക്കന്മാരും പരസ്പരം യുദ്ധം ചെയ്തു വേറെ വേറെയായി. സത്യയുഗത്തിലാണെങ്കിൽ ഒരു രാജ്യമായിരുന്നു. ഇപ്പോൾ നമ്മൾ സത്യയുഗം മുതൽ കലിയുഗ അന്ത്യം വരെയുള്ള ഹിസ്റ്ററിയും ജോഗ്രഫിയും മനസ്സിലാക്കുകയാണ്. സത്യയുഗത്തിലും ത്രേതായിലും ഒരു രാജ്യമാണ് ഉണ്ടായിരുന്നത്. ഇങ്ങനെ ഏക ദിനേസ്റ്റി മറ്റാരുടേതും ഇല്ല. ക്രിസ്ത്യൻസിലും നോക്കൂ, ഭിന്നമാണ്. അവിടെയാകട്ടെ മുഴുവൻ വിശ്വവും ഒരാളുടെ കൈകളിലിരിക്കുന്നു. അത് സത്യയുഗത്തിലും ത്രേതായിലും മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ പരിധിയില്ലാത്ത ഹിസ്റ്ററിയും ജോഗ്രഫിയും ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. മറ്റൊരു സത്സംഗത്തിലും ഹിസ്റ്ററി ജോഗ്രഫി എന്ന വാക്ക് കേൾക്കില്ല. അവിടെയാണെങ്കിൽ രാമായണം, മഹാഭാരതം ആദിയായവ കേൾക്കുന്നു. ഇവിടെ ആ കാര്യങ്ങളില്ല. ഇവിടെ വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയുമാണ് നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. ഉയർന്നതിലും ഉയർന്നത് നമ്മുടെ ബാബയാണ്. ആരാണോ മുഴുവൻ ജ്ഞാനവും കേൾപ്പിച്ചത് ആ ബാബയോട് നന്ദിയുണ്ട്. ഒന്ന് ആത്മാക്കളുടെ വൃക്ഷമാണ്, രണ്ടാമത്തേത് മനുഷ്യരുടെ വൃക്ഷം. മനുഷ്യരുടെ വൃക്ഷത്തിൽ മുകളിലായി ആരാണ്? ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ന് ബ്രഹ്മാവിനെയാണ് പറയുന്നത്. ബ്രഹ്മാവാണ് മുഖ്യമായത് എന്നറിയുന്നു. എന്നാൽ ബ്രഹ്മാവിന് പിന്നിലുള്ള ഹിസ്റ്ററിയും ജോഗ്രഫിയും എന്താണ് എന്നത് ആരും അറിയുന്നില്ല. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. ഉയർന്നതിലും ഉയർന്ന ബാബ വസിക്കുന്നതും പരംധാമിലാണ്. പിന്നെ സൂക്ഷ്മവദനത്തെക്കുറിച്ചും നിങ്ങൾക്കറിയാം. മനുഷ്യൻ തന്നെയാണ് ഫരിഷ്തയാകുന്നത്. അതിനാൽ സൂക്ഷ്മവദനം കാണിച്ചിരിക്കുന്നു. നിങ്ങൾ ആത്മാക്കളാണ് പോകുന്നത്. ശരീരം സൂക്ഷ്മവദനത്തിലേക്ക് പോകുന്നില്ല. എങ്ങനെയാണ് പോകുന്നത്? അതിനെ മൂന്നാമത്തെ നേത്രമെന്നും ദിവ്യദൃഷ്ടിയെന്നും ധ്യാനമെന്നും പറയുന്നു. നിങ്ങൾ ധ്യാനത്തിൽ ബ്രഹ്മ, വിഷ്ണു, ശങ്കരനെ കാണുന്നു. ശങ്കരൻ്റെ കണ്ണ് തുറക്കുമ്പോൾ വിനാശമുണ്ടാകുന്നു എന്ന് ലോകത്തിലുള്ളവർ കാണിക്കുന്നു. ഇപ്പോൾ ഇതിലൂടെ ആർക്കും മനസ്സിലാക്കുവാൻ സാധിക്കില്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാം, വിനാശം ഡ്രാമയനുസരിച്ച് ഉണ്ടാവുക തന്നെ വേണം. പരസ്പരം യുദ്ധം ചെയ്ത് വിനാശമുണ്ടാകും. പിന്നെ ശങ്കർ എന്താണ് ചെയ്യുന്നത്? ഈ ഡ്രാമ അനുസരിച്ച് പേര് വച്ചിരിക്കുകയാണ്. അപ്പോൾ മനസ്സിലാക്കിച്ച് കൊടുക്കേണ്ടി വരുന്നു. ബ്രഹ്മ, വിഷ്ണു, ശങ്കർ 3 പേരുണ്ട്. സ്ഥാപനയ്ക്ക് വേണ്ടി ബ്രഹ്മാവിനെ വെച്ചിരിക്കുന്നു, പാലനയ്ക്ക് വേണ്ടി വിഷ്ണുവിനെയും വിനാശത്തിന് വേണ്ടി ശങ്കറിനെയും വെച്ചിരിക്കുന്നു. വാസ്തവത്തിൽ ഇത് മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട ഡ്രാമയാണ്. ശങ്കറിന് പാർട്ട് യാതൊന്നും തന്നെയില്ല. ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും പാർട്ടാകട്ടെ മുഴുവൻ കൽപ്പത്തിലും ഉണ്ട്. ബ്രഹ്മാവ് തന്നെ വിഷ്ണു, വിഷ്ണു തന്നെ ബ്രഹ്മാവ്. ബ്രഹ്മാവിൻ്റെയും 84 ജന്മങ്ങൾ പൂർത്തിയായി. അപ്പോൾ വിഷ്ണുവിൻ്റേതും പൂർത്തിയായി. ശങ്കരാകട്ടെ ജനന മരണത്തിൽ നിന്നും വേറിട്ടതാണ്. അതിനാൽ ശിവനെയും ശങ്കറിനെയും പിന്നീട് ഒന്നാക്കി. വാസ്തവത്തിൽ ശിവന് വളരെയധികം പാർട്ടുണ്ട്, പഠിപ്പിക്കുന്നു. ഭഗവാനെ നോളജ്ഫുൾ എന്ന് പറയുന്നു. ആ ഒന്ന് പ്രേരണയിലൂടെയാണ് കാര്യം ചെയ്യുന്നതെങ്കിൽ സൃഷ്ടിചക്രത്തിൻ്റെ ജ്ഞാനം എങ്ങനെ നൽകും? അതിനാൽ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, കുട്ടികളെ, പ്രേരണയുടെ യാതൊരു കാര്യവും ഇല്ല. ബാബയ്ക്ക് വരേണ്ടി വരുന്നു. ബാബ പറയുന്നു, കുട്ടികളെ, എന്നിൽ സൃഷ്ടിചക്രത്തിൻ്റെ ജ്ഞാനമുണ്ട്. എനിക്ക് ഈ പാർട്ട് ലഭിച്ചിരിക്കുകയാണ്. അതിനാൽ എന്നെ തന്നെയാണ് ജ്ഞാനസാഗരമെന്നും നോളജ്ഫുൾ എന്നും പറയുന്നത്. ജ്ഞാനം എന്ന് എന്തിനെയാണ് പറയുന്നത്? അത് ലഭിക്കുമ്പോഴേ അറിയുവാൻ കഴിയൂ. ലഭിക്കുന്നതേ ഇല്ലെങ്കിൽ അർത്ഥം എങ്ങനെ അറിയുവാൻ കഴിയും? മുൻപ് നിങ്ങളും ഇങ്ങനെ പറയുമായിരുന്നു, ഈശ്വരൻ പ്രേരണ നൽകുന്നു, ആ ഒന്ന് എല്ലാം അറിയുന്നു, നമ്മൾ എന്ത് പാപം ചെയ്യുന്നുവോ ഈശ്വരൻ കാണുന്നുണ്ട് എന്ന്. ബാബ പറയുന്നു, ഈ തൊഴിൽ ഞാൻ ചെയ്യുന്നില്ല. ഇതാകട്ടെ എങ്ങനെയുള്ള കർമ്മമാണോ ചെയ്യുന്നത് അതിനുള്ള ശിക്ഷ സ്വയം അനുഭവിക്കുന്നതാണ്. ഞാൻ ആർക്കും നൽകുന്നില്ല.
ഏതെങ്കിലും പ്രേരണയിലൂടെ ശിക്ഷ നൽകില്ല. ഞാൻ പ്രേരണയിലൂടെ ചെയ്യുകയാണെങ്കിൽ ഞാൻ ശിക്ഷ നൽകിയതുപോലെയാകും. ഇന്നയാളെ കൊല്ലൂ എന്ന് പറയുന്നതും കുറ്റം തന്നെയാണ്. പറയുന്നവരും കുടുങ്ങും. ശങ്കർ പ്രേരണ കൊടുക്കുന്നുവെങ്കിൽ ശങ്കറും കുടുങ്ങും. ബാബ പറയുന്നു, ഞാൻ കുട്ടികളായ നിങ്ങൾക്ക് സുഖം നൽകുന്നവനാണ്. ബാബ വന്ന് ദുഃഖം ഹരിക്കൂ എന്നാണ് നിങ്ങൾ എൻ്റെ മഹിമ പാടുന്നത്. ഞാൻ ദുഃഖം നൽകുന്നില്ല. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ ബാബയുടെ സന്മുഖത്ത് ഇരിക്കുന്നു. അപ്പോൾ എത്ര സന്തോഷമുണ്ടാകണം. ഇവിടെ നേരിട്ട് അനുഭവം വരുന്നു. ബാബ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇതിനെ മേള എന്ന് പറയുന്നു. സെൻറ്റേഴ്സിലേക്ക് നിങ്ങൾ പോകുമ്പോൾ അവിടെ ആത്മാക്കളുടെയും പരമാത്മാവിൻ്റെയും മേള എന്ന് പറയില്ല. ആത്മാക്കളുടെയും പരമാത്മാവിൻ്റെയും മേള നടക്കുന്നത് ഇവിടെയാണ്. ഇതും നിങ്ങൾ അറിയുന്നുണ്ട്. മേള നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാബ കുട്ടികൾക്കിടയിൽ വന്നിരിക്കുന്നു. ആത്മാക്കളെല്ലാം ഇവിടെയുണ്ട്. ബാബ വരണം എന്ന് ആത്മാവ് തന്നെയാണ് ഓർമ്മിക്കുന്നത്. ഇത് ഏറ്റവും നല്ല മേളയാണ്. ബാബ വന്ന് എല്ലാ ആത്മാക്കളെയും രാവണ രാജ്യത്തിൽ നിന്നും മോചിപ്പിക്കുന്നു. ഈ മേള നല്ലതായില്ലേ? ഇതിലൂടെ മനുഷ്യൻ പവിഴബുദ്ധിയാകുന്നു. ആ മേളകളിൽ മനുഷ്യർ മലിനമാകുന്നു. ധനം പാഴാക്കിക്കൊണ്ടിരിക്കുന്നു. യാതൊന്നും ലഭിക്കുന്നില്ല. അതിനെ മായാവി ആസുരീയ മേള എന്ന് പറയും. ഇത് ഈശ്വരീയ മേളയാണ്. രാപകൽ വ്യത്യാസമുണ്ട്. നിങ്ങളും ആസുരീയ മേളയിലായിരുന്നു. ഇപ്പോൾ ഈശ്വരീയ മേളയിലാണ്. നിങ്ങൾ മാത്രമാണ് അറിയുന്നത്. ബാബ വന്നു കഴിഞ്ഞു. എല്ലാവരും അറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര തിരക്കുണ്ടായേനെ എന്നറിയില്ല. വസിക്കുന്നതിന് വേണ്ടി ഇത്രയും കെട്ടിടങ്ങളും മറ്റും എവിടെ നിന്ന് കൊണ്ടുവരും? അന്തിമത്തിൽ പാടുന്നുവല്ലോ, ഹേ പ്രഭു നിന്റെ ലീല എന്ന്. ഏത് ലീല? സൃഷ്ടിയെ പരിവർത്തനപ്പെടുത്തുന്നതിൻ്റെ ലീല. ഇതാണ് ഏറ്റവും വലിയ ലീല. പഴയ ലോകം ഇല്ലാതാകുന്നതിന് മുമ്പ് പുതിയ ലോകം സ്ഥാപനമാകുന്നു. അതിനാൽ എപ്പോഴും ആർക്കെങ്കിലും മനസ്സിലാക്കിച്ചു കൊടുക്കുമ്പോൾ ആദ്യം സ്ഥാപന, വിനാശം, പിന്നെ പാലന എന്ന് പറയണം. സ്ഥാപനം പൂർത്തിയാകുമ്പോൾ പിന്നെ വിനാശം ആരംഭിക്കുന്നു, പിന്നെ പാലന ഉണ്ടാകും. അപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് ഈ സന്തോഷമുണ്ടായിരിക്കുന്നു. നമ്മൾ സ്വദർശന ചക്രധാരി ബ്രാഹ്മണനാണ്. പിന്നെ നമ്മൾ ചക്രവർത്തി രാജാവാകുന്നു. ഈ ദേവതമാരുടെ രാജ്യം എവിടെ പോയി എന്നത് ആർക്കും അറിയില്ല. പേരോ അടയാളമോ മറഞ്ഞു പോയിരിക്കുന്നു. ദേവതയ്ക്ക് പകരം സ്വയം ഹിന്ദുവാണ് എന്ന് പറയുന്നു. ഹിന്ദുസ്ഥാനിൽ വസിക്കുന്നവരാണ് ഹിന്ദു. ലക്ഷ്മി നാരായണന്മാരെ ഇങ്ങനെ ഒരിക്കലും പറയുകയില്ല. അവരെ ദേവത എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ മേളയിൽ ഡ്രാമ അനുസരിച്ച് നിങ്ങൾ വന്നിരിക്കുന്നു. ഇത് ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. മെല്ലെ മെല്ലെ അഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ ഏതൊരു പാർട്ട് നടന്നുകൊണ്ടിരിക്കുന്നുവോ അത് വീണ്ടും അടുത്ത കൽപ്പത്തിൽ നടക്കും. ഈ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. പിന്നെ രാവണ രാജ്യത്തിൽ ആസുരീയ പാലനയുണ്ടാകും. ഇപ്പോൾ നിങ്ങൾ ഈശ്വരീയ സന്താനങ്ങളാണ്. പിന്നെ ദേവതാ സന്താനങ്ങൾ, പിന്നെ ക്ഷത്രിയരാകും. അപവിത്ര പ്രവൃത്തിയിലുള്ളവരായിരുന്ന നിങ്ങൾ തന്നെ പിന്നീട് പവിത്ര പ്രവൃത്തിയിൽ ഉള്ളവരാകുന്നു. ഇവരും ദൈവിക ഗുണങ്ങളുള്ള മനുഷ്യരാണല്ലോ. പിന്നെ ഇത്രയും കൈകളും മറ്റും കൊടുത്തിരിക്കുന്നത് വിഷ്ണു ആരാണ് എന്നതും ആർക്കും പറയുവാൻ കഴിയില്ല. മഹാലക്ഷ്മിയെയും പൂജിക്കുന്നു. ജഗദംബയോട് ഒരിക്കലും ധനം ചോദിക്കുന്നില്ല. ധനം കൂടുതൽ ലഭിച്ചുവെങ്കിൽ പറയും, ലക്ഷ്മിയുടെ പൂജ ചെയ്തു, അതിനാൽ ലക്ഷ്മി കലവറ നിറച്ചു എന്ന്. ഇവിടെയാകട്ടെ നിങ്ങൾ ജഗദംബയിൽ നിന്നും നേടിക്കൊണ്ടിരിക്കുന്നു. പരംപിത പരമാത്മാ ശിവനിലൂടെ നൽകുന്നത് ആ ഒന്നാണ്. കുട്ടികളായ നിങ്ങൾ ബാപ് ദാദയേക്കാൾ ലക്കിയാണ്. നോക്കൂ, ജഗദംബയുടെ എത്ര മേള നടക്കുന്നു. ബ്രഹ്മാവിന് ഇത്രയുമില്ല. ബ്രഹ്മാവിനെ ഒരു സ്ഥാനത്ത് തന്നെ ഇരുത്തിയിരിക്കുകയാണ്. അജ്മീറിൽ വലിയ ക്ഷേത്രമുണ്ട്. ദേവിമാർക്ക് ധാരാളം ക്ഷേത്രമുണ്ട്. കാരണം
ഈ സമയം നിങ്ങൾക്ക് വളരെ മഹിമയുണ്ട്. നിങ്ങൾ ഭാരതത്തിൻ്റെ സേവനം ചെയ്യുന്നു. പൂജയും നിങ്ങൾക്കാണ് കൂടുതൽ ഉണ്ടാകുന്നത്. നിങ്ങൾ ലക്കിയാണ്. ജഗദംബ സർവവ്യാപിയാണ് എന്ന് ഒരിക്കലും ജഗദംബയെക്കുറിച്ച് പറയില്ല. നിങ്ങളുടെ മഹിമ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ബ്രഹ്മ, വിഷ്ണു, ശങ്കരനെയും സർവവ്യാപി എന്ന് പറയുന്നില്ല. ഓരോ കണത്തിലുമുണ്ട് എന്ന് എന്നെയാണ് പറയുന്നത്. എത്ര അപകീർത്തി ചെയ്യുന്നു! ഞാൻ നിങ്ങളുടെ എത്ര മഹിമ വർദ്ധിപ്പിക്കുകയാണ്. ഭാരത് മാതാ കി ജയ് എന്ന് പറയുന്നുവല്ലോ. ഭാരത് മാതാ നിങ്ങളാണല്ലോ, ഭൂമിയല്ല. ഇപ്പോൾ തമോ പ്രധാനമായിരിക്കുന്ന ഭൂമിയും മറ്റും സത്യയുഗത്തിൽ സദോ പ്രധാനമാകുന്നു. അതിനാൽ ദേവതമാരുടെ പാദം പതീത ലോകത്തിൽ വരുന്നില്ല എന്ന് പറയുന്നു. സദോ പ്രധാനമായ ഭൂമി ഉണ്ടാകുമ്പോഴാണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് സദോ പ്രധാനമാകണം. ശ്രീമത്ത് അനുസരിച്ച് നടന്ന് ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുമെങ്കിൽ ഉയർന്ന പദവി നേടും. ഈ ചിന്ത വയ്ക്കണം. ഓർമ്മിക്കുമെങ്കിൽ വികർമ്മം വിനാശമാകും. ശ്രീമത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. സത്യയുഗത്തിൽ നിങ്ങളുടെ ആത്മാവ് പവിത്രവും കാഞ്ചനവുമാകുന്നു. അപ്പോൾ കാഞ്ചന ശരീരവും ലഭിക്കുന്നു. സ്വർണത്തിൽ കലർപ്പുണ്ടാകുമ്പോൾ ആഭരണവും അങ്ങനെയുള്ളതാണ് ഉണ്ടാകുന്നത്. ആത്മാവ് അസത്യമാണെങ്കിൽ ശരീരവും അസത്യം. കലർപ്പ് ചേരുന്നതിലൂടെ സ്വർണത്തിൻ്റെ മൂല്യവും കുറഞ്ഞു പോകുന്നു. നിങ്ങൾക്കിപ്പോൾ യാതൊരു മൂല്യവുമില്ല. മുമ്പ് നിങ്ങൾ വിശ്വത്തിൻ്റെ അധികാരികൾ 24 കാരറ്റ് ആയിരുന്നു. ഇപ്പോൾ 9 കാരറ്റ് എന്ന് പറയും. ഇത് ബാബ കുട്ടികളോട് ആത്മീയ സംഭാഷണം നടത്തുകയാണ്. കുട്ടികളെ ഇരുന്ന് രസിപ്പിക്കുന്നു. അത് നിങ്ങൾ കേട്ട് കേട്ട് പരിവർത്തനപ്പെടുന്നു. മനുഷ്യനിൽ നിന്നും ദേവതയായി മാറുന്നു. അവിടെ വജ്ര വൈഡൂര്യങ്ങളുടെ കൊട്ടാരമുണ്ടാകും. സ്വർഗത്തിൽ പിന്നെ എന്തുണ്ടാകും? അവിടെയുള്ള മധുര പാനീയങ്ങളും മറ്റും നിങ്ങൾ കുടിച്ചിട്ട് വരുന്നു. അവിടെയുള്ള ഫലങ്ങളും ഇത്രയും വലിയവയായിരിക്കും. ഇവിടെ ലഭിക്കുകയില്ല. സൂക്ഷ്മവതനത്തിലാകട്ടെ ഒന്നും തന്നെയില്ല. ഇപ്പോൾ നിങ്ങൾ പ്രാക്ടിക്കലിൽ പോവുകയാണ്. ഇതാണ് ആത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും മേള. ഇതിലൂടെ നിങ്ങൾ ഉജ്ജ്വലമാകുന്നു. കുട്ടികളായ നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഫ്രീ ആണ്. കുടുംബകാര്യങ്ങളുടെയും തൊഴിലിൻ്റെയും മറ്റും ചിന്തയില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓർമ്മയുടെ യാത്രയിലിരിക്കുന്നതിനുള്ള നല്ല ചാൻസാണ്. അവിടെയാണെങ്കിൽ വീട്ടുകാര്യങ്ങളും മറ്റും ഓർമ്മ വന്നുകൊണ്ടിരിക്കും. ഇവിടെ യാതൊന്നുമില്ല. രാത്രി 2 മണിക്ക് എഴുന്നേറ്റ് ഇവിടെ ഇരിക്കൂ. സെൻറ്റേഴ്സിൽ രാത്രിയിൽ നിങ്ങൾക്ക് പോകുവാൻ സാധിക്കില്ല. ഇവിടെയാണെങ്കിൽ സഹജമാണ്. ശിവ് ബാബയുടെ ഓർമ്മയിൽ വന്ന് ഇരിക്കൂ. മറ്റൊന്നും ഓർമ്മ വരരുത്. ഇവിടെ നിങ്ങൾക്ക് സഹായവും ലഭിക്കും. രാവിലെ, അതായത് നേരത്തെ ഉറങ്ങൂ. പിന്നെ രാവിലെ എഴുന്നേൽക്കൂ. 3 മുതൽ 5 മണി വരെ വന്നിരിക്കൂ. ബാബയും വരും. കുട്ടികൾ സന്തോഷിക്കും. ബാബ യോഗം പഠിപ്പിക്കുന്നവനാണ്. ഇദ്ദേഹവും പഠിക്കുന്ന ആളാണ്. അപ്പോൾ രണ്ടുപേരും, ബാബയും ദാദയും വരും. പിന്നെ ഇവിടെയും അവിടെയും യോഗത്തിലിരിക്കുന്നതിൻ്റെ വ്യത്യാസവും മനസ്സിലാകും. ഇവിടെ യാതൊന്നിൻ്റെയും ഓർമ്മ വരുന്നില്ല. ഇതിൽ വളരെയധികം നേട്ടമുണ്ട്. ബാബ നിർദ്ദേശം നൽകുന്നു. ഇത് വളരെ നല്ലതായിരിക്കും. ഇനി നോക്കണം, കുട്ടികൾക്ക് എഴുന്നേൽക്കാൻ സാധിക്കുമോ? പലർക്കും രാവിലെ എഴുന്നേൽക്കുന്നതിൻ്റെ അഭ്യാസമുണ്ട്. നിങ്ങളുടെ സന്യാസം 5 വികാരങ്ങളുടേതാണ്. വൈരാഗ്യം മുഴുവൻ പഴയ ലോകത്തോടാണ്. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. ഇപ്പോൾ സൃഷ്ടി പരിവർത്തനത്തിൻ്റെ ലീല നടന്നുകൊണ്ടിരിക്കുന്നു. അതിനാൽ സ്വയം തന്നെ പരിവർത്തനപ്പെടുത്തണം. ഷീർഖണ്ഡ്, അതായത് മധുരമായിരിക്കണം. രാവിലെ എഴുന്നേറ്റ് ഒരു ബാബയുടെ ഓർമ്മയിലിരിക്കണം. ആ സമയത്ത് മറ്റൊന്നും ഓർമ്മ വരരുത്. പഴയ ലോകത്തോട് പരിധിയില്ലാത്ത വൈരാഗ്യയായി 5 വികാരങ്ങളെ സന്യസിക്കണം. വരദാനം.
പരിധിയില്ലാത്ത സ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് സേവനത്തിൻ്റെ മോഹത്തിൽ നിന്നും വേറിട്ടവരും പ്രിയപ്പെട്ടവരുമായ വിശ്വസേവാധാരിയായി ഭവിക്കട്ടെ. വിശ്വസേവാധാരി എന്നാൽ പരിധിയില്ലാത്ത സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നവർ. ഇങ്ങനെയുള്ള സേവാധാരികൾ സേവനം ചെയ്യുമ്പോഴും വേറിട്ടവരും സദാ ബാബയ്ക്ക് പ്രിയപ്പെട്ടവരുമായി ഇരിക്കുന്നു. സേവനത്തിൻ്റെ മോഹത്തിലേക്ക് വരുന്നില്ല. കാരണം സേവനത്തിൻ്റെ മോഹവും സ്വർണത്തിൻ്റെ ചങ്ങലയാണ്. ഈ ബന്ധനം പരിധിയില്ലാത്തതിൽ നിന്നും പരിധി ഉള്ളതിലേക്ക് കൊണ്ടുവരുന്നു. അതിനാൽ ദേഹത്തിൻ്റെ സ്മൃതിയിൽ നിന്നും ഈശ്വരീയ സംബന്ധത്തിൽ നിന്നും സേവനത്തിൻ്റെ സാധനങ്ങളുടെ മോഹത്തിൽ നിന്നും വേറിട്ടവരും ബാബയ്ക്ക് പ്രിയപ്പെട്ടവരുമാകൂ. അപ്പോൾ വിശ്വസേവാധാരിയുടെ വരദാനം പ്രാപ്തമാകും. സദാ സഫലത ലഭിച്ചുകൊണ്ടിരിക്കും. സ്ലോഗൻ: വ്യർത്ഥ സങ്കല്പങ്ങളെ ഒരു സെക്കൻഡിൽ സ്റ്റോപ്പ് ചെയ്യുന്നതിൻ്റെ റിഹേഴ്സൽ ചെയ്യൂ. അപ്പോൾ ശക്തിശാലിയായി മാറും. അവ്യക്ത സൂചന: ആത്മീയ റോയൽറ്റിയും പ്യൂരിറ്റിയുടെ പേഴ്സണാലിറ്റിയും ധാരണ ചെയ്യൂ. നിങ്ങൾ ഏവരുടെയും ആദ്യത്തെ പ്രവൃത്തിയാണ് തൻ്റെ ദേഹത്തിൻ്റെ പ്രവൃത്തി. പിന്നെയാണ് ദേഹത്തിൻ്റെ സംബന്ധത്തിൻ്റെ പ്രവൃത്തി. അപ്പോൾ ആദ്യത്തെ പ്രവൃത്തിയായ ദേഹത്തിൻ്റെ ഓരോ കർമ്മേന്ദ്രിയത്തെയും പവിത്രമാക്കണം. ദേഹത്തിൻ്റെ പ്രവൃത്തിയെ പവിത്രം ആക്കാത്തതുവരെയും ദേഹത്തിൻ്റെ സംബന്ധത്തിൻ്റെ പ്രവൃത്തിയെ, അത് പരിധി ഉള്ളതായിക്കൊള്ളട്ടെ പരിധിയില്ലാത്തതായിക്കൊള്ളട്ടെ, അതിനെയും പവിത്രമാക്കുവാൻ സാധിക്കില്ല. അപ്പോൾ ആദ്യം സ്വയം തന്നോട് ചോദിക്കൂ, തൻ്റെ ശരീരമാകുന്ന വീടിനെ, അതായത് സങ്കല്പങ്ങളെ, ബുദ്ധിയെ, നയനങ്ങളെ, വായെ ആത്മീയം, അതായത് പവിത്രമാക്കിയോ? ഇങ്ങനെയുള്ള പവിത്ര ആത്മാക്കൾ തന്നെയാണ് മഹാൻ. ഓം ശാന്തി. ആത്മസ്മൃതിയുടെ തിലകമണിഞ്ഞ് ഞാൻ ഒരു നിമിഷത്തിൽ ബ്രഹ്മലോകത്തിൽ പരമാത്മാവിൻ്റെ സമീപം എത്തിച്ചേരുന്നു. ശിവപരമാത്മാവിൻ്റെ തേജസ്വി കിരണങ്ങൾ ആത്മാവിൽ സ്പർശിക്കുന്നു. മധുരമായ ബാബ, എൻ്റെ മനസ്സും ബുദ്ധിയും ഞാൻ അങ്ങയിൽ സമർപ്പിക്കുകയാണ്. അങ്ങയുടെ സന്താനമായ ഞാൻ ഈ സമർപ്പണ ഭാവത്തോടെ അധികാരി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ സർവ ഈശ്വരീയ ഖജനാവുകളും എൻ്റെ ജന്മാവകാശമായി എനിക്ക് അനുഭവപ്പെടുന്നു. വരദാതാവായ ബാബ, അങ്ങ് നൽകുന്ന വരദാനങ്ങൾ എന്നെ സമ്പൂർണതയുടെ പുരുഷാർത്ഥത്തിൻ്റെ മാർഗത്തിൽ സഹജമായി മുന്നോട്ട് നയിക്കുന്നു. എൻ്റെ സുഹൃത്തായ ബാബ, അങ്ങ് എനിക്ക് നൽകുന്ന കൂട്ട് ആത്മീയ
സുരക്ഷയുടെ ഛത്രഛായയ്ക്കുള്ളിൽ ജീവിക്കുന്ന അനുഭവം എന്നിൽ വരുത്തുന്നു. എൻ്റെ മാതാവും പിതാവുമായ ശിവപരമാത്മാ, അങ്ങയുടെ ഓർമ്മയാകുന്ന മടിത്തട്ടിൽ ഇരിക്കുമ്പോൾ എനിക്ക് അലൗകിക സന്തോഷത്തിൻ്റെയും അതീന്ദ്രിയ സുഖത്തിൻ്റെയും ഊഞ്ഞാലിലാടുന്ന അനുഭവമുണ്ടാകുന്നു. ബിന്ദുരൂപമായ ബാബയിൽ നിന്നും ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും കിരണങ്ങൾ എനിക്ക് പ്രാപ്തമാകുന്നു. ഞാൻ ശക്തിശാലി ബിന്ദുരൂപസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ശക്തിശാലി സ്ഥിതിയിൽ എൻ്റെ അനേകം ജന്മങ്ങളിലെ പാപങ്ങൾ ഭസ്മമാകുന്നു. ആത്മാവിൽ പവിത്രതയുടെ പ്രകാശം നിറയുന്നു. വിശ്വമംഗളകാരിയായ ബാബയോടൊപ്പം ഞാൻ കമ്പൈൻഡ് രൂപത്തിലിരുന്ന് എൻ്റെ സങ്കല്പത്തിലൂടെയും വൃത്തിയിലൂടെയും സുഖത്തിൻ്റെയും ശാന്തിയുടെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആത്മീയ സുഗന്ധം വിശ്വമാകെ വ്യാപിപ്പിക്കുകയാണ്.